നമുക്കൊരു സാബുദാന ഉപ്പുമാവ് ഉണ്ടാക്കാം. സാബുദാന എന്ന് പറഞ്ഞാൽ ചവ്വരി. ഇത് ഇന്നലെ ഞാൻ രാത്രി കഴുകി 3-4 മണിക്കൂർ ഇട്ടാൽ മതി. പക്ഷേ ഞാൻ ഇന്നലെ രാത്രിയിലെ കഴുകി ഞാൻ നെകക്ക വെള്ളം വെച്ചു പേലപ്പേലെ വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിരിക്കുമായിരുന്നേ. അതിപ്പോൾ അതാ ഇങ്ങനായി ഉണ്ടോ. ഇനി പെട്ടെന്ന് വെന്തോളൂ. അതിന് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ആണ്. നമുക്ക് കുറച്ച് പീനട്ട്സ് വേണം. ഞാൻ തൊലി കളയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞെടുക്കാം. ഞാൻ പീനട്ട്സ് വറുത്തെടുത്തതാണ് കുറച്ച്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ. പിന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന്. ഇതിട്ടില്ലെങ്കിലും ഒന്നുമില്ല, ഓപ്ഷനില്ല. പിന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് നമ്മൾ ഈ പീനട്ട്സിനകത്തിട്ട് പൊടിക്കാം കേട്ടോ. നമുക്കെന്നാൽ കടായി വെക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചു. ഇച്ചിരി ജീരകം ഇടാം. ഈ ജീരകത്തിനകത്ത് ഇച്ചിരി മുളക് വീണുപോയി, അതാ ഇച്ചിരി ചുമന്നിരിക്കുന്നത്. ജീരകം ഇടാം. ഈ പച്ചമുളകും കൂടെ ഇടാം. ജീരകം ഒന്ന് മൂക്കട്ടെ. ജീരകം ഒന്ന് മൂത്ത ശേഷം നമുക്ക് പച്ചമുളക് ഇടാം. ഇത് നന്നായിട്ട് മൂക്കണം. വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് അതിൻ്റെ കൂടെ അരച്ചാൽ മതി. അരക്കയല്ല, പൊടിച്ചാൽ മതി. പീനട്ട്സിൻ്റെ കൂടെ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇച്ചിരി പൊട്ടറ്റോ നന്നായിട്ട് ചെറുതായിട്ട് ഡൈസ് ചെയ്തിട്ട് ഇടാം. പൊട്ടറ്റോയ്ക്ക് വേണ്ട ഉപ്പിടാം. കൂടുതൽ ഉപ്പിടണ്ട. നമുക്ക് പൊട്ടറ്റോയ്ക്കുള്ളത് മാത്രം ഇട്ടാൽ മതി. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ച് വെക്കാം, എന്നിട്ട് വേവിക്കാം. അപ്പോഴേക്കും നമ്മൾ ഇത് പൊടിച്ചെടുത്തു. പീനട്ട്സ് ഇത്രയും പൊടിയണ്ട, ക്രഷ് ചെയ്താൽ മതി. പക്ഷേ ഇവിടുത്തെ എല്ലാവർക്കും പൊടിഞ്ഞിരിക്കണം, അതുകൊണ്ട് ഞാൻ പൊടിച്ചത് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഉപ്പിടാം. ഉപ്പിട്ട് ഇളക്കി വെക്കാം. അതിനുള്ളത് എക്സ്ട്രാ ഇടണ്ട. ഉപ്പും കൂടി ഇട്ട് ഇളക്കി ഇളക്കി ഇത് കുറച്ചുകൂടെ അങ്ങ് ഇട്ടേക്കാം. അപ്പം നമുക്ക് ഇതിലെല്ലാം പിടിച്ചോളിരുന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. മൂത്ത് കണ്ടില്ലേ, നന്നായിട്ട് വേവുകയും ചെയ്തു. വെന്തോന്ന് നോക്കണം. വെന്ത് കഴിയുമ്പം നമ്മൾ ഈ കുതിർത്ത് വെച്ച ചവരിയും അതിൻ്റെ കൂടെ ചേർത്ത പീനട്ട്സും കൂടെ അങ്ങ് ചേർക്കണം. ചേർക്കണ്ടോ, നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി വെക്കണം. ഞാൻ 2-3 വട്ടം തുറന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിരിക്കുക. വളരെ കുറച്ച് തീയിലാണ് വെച്ചിരിക്കുന്നത്. അധികം തീയിൽ വെക്കാൻ പറ്റും. നന്നായി വെന്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബാക്കി വെച്ചിരുന്നതും കൂടെ ഇട്ട് തയ്യാർ. നമുക്കിനി അതൊന്ന് പ്ലേറ്റിംഗ് ചെയ്യാം. സാബുദാന കിച്ചടി തയ്യാർ. കണ്ടോ, ഇതിനെ സാബുദാന എന്ന് പറഞ്ഞാൽ ചവ്വരിയാണ്. ചവ്വരിയുടെ കിച്ചടി കണ്ടോ, എല്ലാം വെന്ത് നല്ല വൃത്തിയായിട്ട് ടേസ്റ്റി.